ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളുടെ റൂമിലൊക്കെയും പരിശുദ്ധ മതി, വിശുദ്ധ മറിയെന്നൊക്കെ പറയും. ദാറ്റ്സ് ഓക്കെ, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് വരെയും പരിശുദ്ധ യേശു അല്ലെങ്കിൽ വിശുദ്ധ യേശു എന്നും അല്ല ക്രൈസ്റ്റ് എന്നും യേശു ക്രിസ്തു എന്നും ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. നമുക്ക് വേണ്ടി ജീവൻ തന്നത് യേശു ക്രിസ്തുവാണ്. സ്വന്തം കുരിശിൽ പോയി മരിച്ചത് യേശു ക്രിസ്തു അല്ല. ദയവായി ഞാൻ ചോദ്യം കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിന് പരിശുദ്ധ യേശു ക്രിസ്തു എന്നോ വിശുദ്ധ യേശു ക്രിസ്തു എന്നോ പറയാതെ യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയ, വിശുദ്ധ മറിയ, പരിശുദ്ധ മറിയ എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ്? അതൊന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് മനസ്സിലാക്കാൻ, സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അതിനകത്ത് ഈ പൗലൂസ്, പത്രോസ്, യേശു ഈ പറമ്പിൽ പണിയാൻ വരുന്നവരെ വിളിക്കുന്ന ഒരു പതിവ് പെന്തക്കോസ്തുകാർക്കാണ്. ടോമച്ചാന് സുറിയാനി സഭയെ പറ്റി അറിയത്തില്ല. സുറിയാനി സഭയിൽ ഒരിക്കലും യേശു യേശു പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. വിളിക്കുന്നത് സുറിയാനി സഭയിൽ യേശുവിനെ വിളിക്കുന്നത് മൂറാനേശു മശീഹോ എന്നാണ്. മോറാനേശു മശീഹോ എന്ന് മാത്രം വിളിക്കുന്നത്. മോറാനേശു മശീഹോ, മനസ്സിലായോ? അതാണ് യേശുവിനെ വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു, യേശു തമ്പുരാൻ എന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും യേശു തമ്പുരാൻ എന്ന് പറയാറുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയാറുണ്ട്. പിന്നെ ഞാന് ബഹുമാനമില്ലാതെ യേശു എന്ന് പറയുന്നതായിട്ട് ടോമച്ചാന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്റെ 25 വർഷത്തെ പെന്തക്കോസ്തു പരിചയത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ദുശീലമാണ്. അത് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ബോധപൂർവ്വം അത് ഒഴിവാക്കുന്നുണ്ട്. അതിനി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഇരുണ്ട 25 വർഷം എന്നിൽ ഏൽപ്പിച്ച ഒരു കറയാണത്. അതേ എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പറ്റിയ ചോദ്യമെങ്കിൽ അതെനിക്ക് അവിടെ ക്ഷമിച്ച ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് ചോദിക്കുകയാണ്. എന്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ആരെങ്കിലും ആൻസർ ചെയ്യാവൂ. ആരും ആൻസർ ചെയ്യേണ്ട. ക്ഷമിച്ചാൻ പറഞ്ഞോട്ടെ. ഒരിക്കലും ഞാൻ ഇന്ന് വരെ ഒരു റൂമിലും കേട്ടിട്ടില്ല പരിശുദ്ധ യേശു, വിശുദ്ധ യേശു ക്രിസ്തു എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ എല്ലാ റൂമിലും കേൾക്കാറുണ്ട് വിശുദ്ധ മറിയ. ഞങ്ങൾ പെന്തക്കോസ്തുകാർ പറയും മറിയ വിശുദ്ധയാണ്. നിങ്ങൾ പറയും മറിയ പരിശുദ്ധയാണ്. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവിന്റെ ആ നാമം പരിശുദ്ധ യേശു ക്രിസ്തു എന്ന് ഞങ്ങൾ പെന്തക്കോസ്തുകാരും പറയാറില്ല, ഓർത്തഡോക്സുകാരും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? മറിയയ്ക്ക് എന്തിനാണ് പരിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധ എന്ന സ്ഥാനം കൊടുക്കുകയും യേശു ക്രിസ്തുവിനെ വെറും യേശു ക്രിസ്തു എന്ന് വിളിക്കുകയും ചെയ്യുന്നത് എന്ന് ഷിവിച്ചാൻ ഒന്ന് പറഞ്ഞാൽ മതി. അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതെന്താന്ന് വെച്ചാൽ അത് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ മറ്റുള്ളവരെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം സ്വഭാവത്താൽ അവര് മരണമുള്ളവരും സാധാരണ മനുഷ്യരുമാണ്. അവർ ക്രിസ്തുവിന്റെ വിശുദ്ധി മൂലം വിശുദ്ധരായിരിക്കുന്നു. അതുകൊണ്ടാണ് അവരെ വിശുദ്ധ മറിയം, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലൂസ് എന്ന് വിളിക്കുന്നത്. ഇംപ്യൂട്ടഡ് ഹോളിനെസ് ആണ്. അവർക്ക് ക്രിസ്തുവിൽ നിന്ന് ആ വിശുദ്ധിയെ കിട്ടിയിരിക്കുകയാണ്. യേശു കർത്താവിനെ സംബന്ധിച്ച് യേശു വിശുദ്ധനാണ്. അപ്പൊ യേശുവിന്റെ വിശുദ്ധി വിളിക്കാനുള്ള വിശുദ്ധിയല്ല, അത് വർഷിപ്പ് ചെയ്ത് വാഴ്ത്താനുള്ള വിശുദ്ധിയാണ്. വിശുദ്ധ മറിയം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, അല്ലെ വിശുദ്ധ പൗലൂസ് എന്ന് വിളിക്കുമ്പോൾ, പൗലൂസേ നീ വിശുദ്ധനാകുന്നു, പത്രോസേ നീ വിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞ് ഓരോ ഓർത്തഡോക്സുകാരനും നിലവിളിക്കത്തില്ല. പക്ഷെ യേശുവിനെ വിളിക്കുമ്പോ സെയിന്റ് ജീസസ് എന്ന് വിളിക്കത്തില്ല, അല്ലെ ഹോളി ജീസസ് എന്ന് വിളിക്കത്തില്ല. പക്ഷെ വർഷിപ്പ് കൊടുക്കും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇത് മൂന്നും കൃത്യമായി യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പോൾ കുരിശിക്കപ്പെട്ട യേശുവാണ്. അപ്പൊ യേശു പരിശുദ്ധനാന്ന് അവിടെ ആർത്ത് വിളിക്കുകയാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആ പേരിനോട് ചേർത്ത് അവർ വിശുദ്ധരാണ്, അവർ വിശുദ്ധരായിരിക്കുന്നു എന്നുള്ള അക്നോളജിങ് ആണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരെ നമ്മൾ വിശുദ്ധ മറിയം, വിശുദ്ധ പൗലൂസ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ യേശുവിന്റെ വിശുദ്ധിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാഴ്ത്തുന്നു. അപ്പം സഭയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. പെന്തക്കോസ്തുകാർ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അല്ല, ക്ഷമിച്ച ഇപ്പോഴും താങ്കൾ എപ്പോഴും പറഞ്ഞില്ല യേശു ക്രിസ്തു എന്ന നാമത്തെ ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും പരിശുദ്ധ യേശു ക്രിസ്തു, വിശുദ്ധ യേശു ക്രിസ്തു ഒന്നും ഒരിക്കലും പറയത്തില്ല.
യേശുക്രിസ്തു എന്ന് മാത്രമേ നിങ്ങൾ ഓർത്തഡോക്സുകാരും പറയുള്ളൂ, കത്തോലിക്കരും പറയുള്ളൂ, പെന്തക്കോസ്തുകാരും പറയൂ, എല്ലാവരും ലോകത്തിലുള്ള എല്ലാവരും പറഞ്ഞു യേശുവോട് യേശുക്രിസ്തു എന്ന് മാത്രമേ പറയുള്ളൂ. ഇനിയിപ്പോ ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. ഉദാഹരണം കേൾക്കുന്നുണ്ടോ? ടോമച്ചാൻ കേൾക്കാമല്ലോ അല്ലേ? ഉണ്ടല്ലോ. ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞത്. ഓക്കെ മൈക്കി മ്യൂട്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം പറയുമ്പോ മനസ്സിലാവും. നമ്മൾ ആരും മധുരമുള്ള പഞ്ചസാര എന്ന് പറയാറില്ല. പക്ഷെ ആ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ മധുരമുള്ള ചായ, മധുരമുള്ള നാരങ്ങാ വെള്ളം, നല്ല മധുരമുള്ള പലഹാരം, ഇതൊക്കെ ഇത് ചേർക്കുന്ന നിമിത്തം അതിന് മധുരം വന്നു, മധുരമുള്ള അട എന്നൊക്കെ പറയും. അപ്പൊ ഈ മധുരമുള്ള ചായ, ഈ ചായക്ക് മധുരമുണ്ട്, മധുരമുള്ള ചായ എന്നാ കൂടി. പക്ഷെ മധുരമുള്ള പഞ്ചസാര എന്നാരും പറയത്തില്ല. കാരണം ഈ പഞ്ചസാരയാണ് ഇതിനെല്ലാം മാധുര്യം പകരുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ അങ്ങനെ മധുര്യം പറയത്തില്ല. എന്നാൽ പഞ്ചസാരയെ പുകഴ്ത്തേണ്ട സമയത്ത് അമ്പടായി പഞ്ചസാരയുടെ മധുരം എത്ര മധുരമാണ്, അടിപൊളിയാണ് എന്ന് പറഞ്ഞ പോലെ യേശുവിനെ വിശുദ്ധ യേശു, കാരണം യേശുവിൽ വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധി മറിയത്തിലേക്ക് പകരപ്പെട്ടപ്പോൾ പരിശുദ്ധ മറിയം, ആ വിശുദ്ധി പൗലൂസിലേക്ക് പകരപ്പെട്ടപ്പോൾ പരിശുദ്ധ പൗലൂസ്, വിശുദ്ധ പത്രോസ്, ഈ വിശുദ്ധ തോമസ്, ഇങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ യേശുവിനെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ യേശുവിനെ പുകഴ്ത്തുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, അങ്ങനെ പുകഴ്ത്തുന്നു. ഇതിലും കൃത്യമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല.